ഒരുപാട് കടണ്ട്, ഞങ്ങൾക്ക് അറിയില്ല ഈ അസുഖമുള്ളത്. അസ്സലാമു അലൈക്കും, ഞാൻ സലീമാണ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്തിരുന്നത്. പെട്ടെന്ന് കണ്ണിന് കാഴ്ച മങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോഴാണ് അവിടുന്ന് ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞത് പ്രഷർ കൂടിയിട്ട് കിഡ്നിക്ക് രണ്ടും തകരാറിലായിരുന്നു. അപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ട സ്റ്റേജിലെത്തി. അങ്ങനെ വീണ്ടും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി എന്നെ കൊണ്ടില്ല. കാരണം വീടിന്റെ കടം ആണായിട്ട് ഞാൻ മാത്രമേ തന്നെ ഉള്ളൂ വീട്ടില്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. എന്റെ മോന്റെ 2 കിഡ്നി നഷ്ടപ്പെട്ടു പോയെടുക്കുന്നു. എന്റെ മോൻ തന്നെ ഉള്ളു, അല്ലാണ്ട് ആരും തന്നെ നോക്കാന്. ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് വേറെ ആരുമില്ലട്ട് നോക്കാൻ. നിങ്ങളെല്ലാരും സഹായം ഞങ്ങൾക്ക് അല്ലാണ്ട് ആരും ഇല്ല. എന്റെ മോനെ രക്ഷപ്പെടുത്തി തന്നെ കൂടെ എല്ലാവരും മോനിപ്പോ ആരും. അസ്സലാമു അലൈക്കും. ഇതിന്റെ ഭർത്താവാണ്. 30% കിഡ്നി വർക്കുള്ളൂ. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഞങ്ങള് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളെ കഷ്ടപ്പാടുകൊണ്ട്, ഞങ്ങളെ കടം കൊണ്ട് ഒരുപാട് കടണ്ട്. ഞങ്ങൾക്ക് അറിയില്ല ഈ അസുഖമുള്ളത്. നിങ്ങളോടൊക്കെ സഹായം ചോദിക്കുന്നത്, ഞങ്ങളെ സഹായിക്കണം. നിങ്ങളെല്ലാരും പ്രാർത്ഥനയും വേണം. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഇതിന്റെ ശരിക്കാൻ എനിക്ക് തിരിച്ചു തരണം. നമസ്കാരം, ഞാൻ സാജൻ കഴിച്ചിട്ടാണ്. ഞാനിപ്പോ പുന്നയൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലെ സലീം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. സലീം ഒരു പ്രവാസിയാണ്, ഖത്തറിലായിരുന്നു. 1.5 മാസം മുന്നെയാണ് സലീമിന് 2 കണ്ണിന്റെ കാഴ്ച പോയിട്ട് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആക്കിയപ്പോഴാണ് അറിയുന്നത് കിഡ്നി പോയി വരും. അങ്ങനെ അവിടുന്ന് എല്ലാവരും കൂടിയിട്ട് നാട്ടിലേക്ക് അയച്ചേക്കാണ്. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിയേക്കെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവരെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്കിനി വേണ്ടത് ഈ പുണ്യ റമദാൻ മാസത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തിന്റെ ഒരു വിഹിതം നമ്മുടെ സലീമിന് വേണ്ടി മാറ്റിയേക്കാൻ നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കണം. കാരണം സലീമിനെ പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. സലീമാണെങ്കിൽ ഈ കുടുംബത്തിന്റെ അത്താണിയാണ്. സലീമിന്റെ ഉപ്പ മരിച്ചു പോയതാണ്. സലീമാണ് ഈ കുടുംബം നോക്കണത്. അപ്പൊ സലീമിന്റെ അവസ്ഥ ധൈര്യമാണ്. ഈ കിടപ്പ് കിടന്നാൽ ഈ ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ഈ ഉമ്മ, അതേപോലെ ഭാര്യ, മക്കളില്ല. അപ്പൊ അതുകൊണ്ട് സലീമിനെ നമുക്ക് പുതിയ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും അകം വഴി സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും സഹായിക്കണം, താഴ്മയോടെ അപേക്ഷിക്കണം. നന്ദി. അസ്സലാമു അലൈക്കും, ഷാഹിദ് ചാവക്കാടാണ്. പ്രിയപ്പെട്ട സാജേട്ടനും സെലിയുടെ ഉമ്മക്ക് പറഞ്ഞ പോലെ ഒരു നിവൃത്തിയില്ലാത്തൊരു കുടുംബമാണ്. ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നത്. നിങ്ങളെല്ലാവരും ഈ സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. സലീമിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നിങ്ങളുടെ സക്കാത്തിന്റെ ഒരു വീതം ഈ പ്രിയപ്പെട്ട സഹോദരന് അയച്ചു കൊടുത്ത് നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ വാർഡിൽ താമസിക്കുന്ന വ്യക്തി സലീം എന്ന അദ്ദേഹത്തിന്റെ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭീമമായ സംഖ്യ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമാണ്. ഈ പുണ്യമാസത്തിന്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സക്കാത്തിൽ നിന്നുള്ളൊരു വിഹിതം അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന് ചികിത്സക്കായി സഹായിക്കേണ്ടത് നമ്മുടെ കടമയായി വന്നിരിക്കുകയാണ്. സലീം എന്ന സഹോദരന്റെ 2 കിഡ്നിയും തകരാറിലാണ്. അതിനാൽ അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മുടെ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിലെ സക്കാത്തിന്റെ വിഹിതം പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വീട്ടിൽ സലീം എന്ന വ്യക്തി 2 കിഡ്നിയും തകരാറിലാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെയധികം മോശമാണ്. സാമ്പത്തിക നില വളരെ പിന്നാക്കമുള്ള ഒരു കുടുംബമാണ്. അവരെ സഹായിക്കേണ്ട ഒരു കടമ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവരെ നമ്മളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഇന്ന് അതീവ ഗുരുതര അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബം വളരെ ദയനീയമായ സ്ഥിതിയിലാണ് ഇന്നുള്ളത്. ഞങ്ങൾ നാട്ടുകാരെന്ന നിലക്ക് ഒരു ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാലും ഇത്ര ഭീമമായ ഒരു സംഖ്യ ഈ കിഡ്നി മാറ്റിവെക്കുന്നതിന് ചെയ്യുന്നതിന് ഞങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ല. അതിനാൽ എല്ലാവരുടെ സഹായം, അകമഴിഞ്ഞ സഹായം, സാമ്പത്തികമായ സഹായം ഈ ഓപ്പറേഷന് വേണ്ടി വേണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെയുള്ള ഈ സലീമിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ.